ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ രണ്ടാമത്തെ പാഠമാണ്. അത് നമ്പർ വേർഡ്സ് അല്ലെങ്കിൽ സംഖ്യാലോകം എന്ന പാഠമാണ്. മാത്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഒന്ന് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ ഇടാൻ പറഞ്ഞതുകൊണ്ടാണ്. രണ്ടാമത്തെ ചാപ്റ്റർ നമ്പർ വേൾഡ് അല്ലെങ്കിൽ സംഖ്യാലോകം കേട്ടോ. മലയാളം മീഡിയക്കാർക്ക് സംഖ്യാലോകമെന്നും ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് നമ്പർ വേൾഡ് എന്നും. എന്തുവാ നമ്മൾ ഈ സംഖ്യാലോകം എന്ന് വെച്ചാൽ സംഖ്യകളുടെ ലോകം അല്ലേ? അതറിയണമെങ്കിൽ നമുക്ക് ആദ്യമേ ഈ 1, 10, 100 ഇതൊക്കെ എഴുതാൻ അറിയണം കേട്ടോ. നമുക്കെല്ലാം അറിയാമെങ്കിൽ തന്നെ സത്യത്തിൽ ഈ സ്പെല്ലിംഗ് ഒക്കെ അറിയാമോ നിങ്ങളെ? നിങ്ങൾക്ക് 1000ൻ്റെയും 100ൻ്റെയും ഒക്കെ സ്പെല്ലിംഗ് അറിയണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ അത് പഠിക്കാം. നോക്കിക്കേ, നമ്മുടെ ചാപ്റ്ററിൽ നോക്കിക്കേ. ഫസ്റ്റ് 1s, 10s, 100, 1000, 10,000, lakh ഇതിൻ്റെ സ്പെല്ലിങ് പഠിക്കണം കേട്ടോ. മലയാളം മീഡിയക്കാർക്ക് ഒറ്റ, 10, 100, 1000, 10,000, ലക്ഷം എന്നിങ്ങനെ കേട്ടിട്ടുണ്ടാവും നിങ്ങളെ. ഇതിൻ്റെ സ്പെല്ലിങ് നല്ലപോലെ അറിയണേ. 1സിൻ്റെ സ്പെല്ലിങ് കണ്ടോ? ONE 1, TEN 10, HUNDRED ആണ് 100, THOUSAND 1000, 10,000, lakh LAKH ആണ് ലാക്ക്. ഈ സ്പെല്ലിങ് മിനിമം നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. നമുക്കെല്ലാം അറിയാം, എന്നാലും സ്പെല്ലിംഗ് ഒന്നുകൂടെ പഠിച്ചിരിക്കണം കേട്ടോ. ഇനിയും നമ്മുടെ ഈ സംഖ്യാലോകത്തിലല്ലേ നമ്പർ വേൾഡിൽ 2 സിസ്റ്റം പറയുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റവും 2 ഇൻ്റർനാഷണൽ സിസ്റ്റവും. ഇന്ത്യൻ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന നമ്മുടെ കണക്ക് 1, 100, 500, 700, 1000, 900 എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. എന്നാൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഉണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഇന്ത്യൻ സിസ്റ്റത്തിലോട്ട് പഠിക്കാം. ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ ഓർഡർ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ? 1s, 10s, 100, 1000, 10,000, lakh, 10 lakh, crore. നമ്മൾ ഇതിൻ്റെ സ്പെല്ലിങ് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. 1s, 10s, 100, 1000, 10,000, lakh, 10 lakh, crore. ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾ ഈ സ്പെല്ലിങ്ങും കൂടെ അങ്ങ് പഠിച്ചിട്ട് പോകണം കേട്ടോ. നമ്മുടെ ഈ ചാപ്റ്റർ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. കാരണം ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. സ്പെല്ലിംഗ് ഒക്കെ അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ നോക്കൂ ഞങ്ങളെ, നമുക്കൊരു സംഖ്യ തന്നിട്ട് നോക്കിക്കേ, ഞാനൊരു എക്സാമ്പിൾ എഴുതി വെച്ചിരിക്കുകയാണ്. നോക്കിയേ, 7, 8, 3, 6, 4 എന്ന് പറയുന്നൊരു സംഖ്യ. ഞാൻ എന്തുകൊണ്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലാഞ്ഞത്? നമ്മളെപ്പോഴും ഇപ്പോൾ പറഞ്ഞ രീതി അനുസരിച്ച് എപ്പോഴും 1s, 10s ഇപ്പം നമ്മൾ പറഞ്ഞ ഓർഡർ കണ്ടോ? ഈ ഓർഡർ കണ്ടോ? ഇത് കണ്ടിട്ടാണ് നമ്മളെപ്പോഴും സംഖ്യകൾ കൂട്ടി വായിക്കുന്നത്. ഒരു സംഖ്യ കൂട്ടി വായിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയോ നിങ്ങളെ. 1s, 10s, 100, 1000, 10,000 കാണുന്നുണ്ടോ? വായിക്കാൻ പറ്റുന്നുണ്ടോ? നോക്കൂ, 1s ഏതാണ് 1s? ഇവിടുത്തെ ഫസ്റ്റ് നോക്കിക്കേ, ഇങ്ങോട്ടല്ലേ കുഞ്ഞുങ്ങളെ? നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നത് കൊണ്ടാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഞാൻ എടുത്ത് പറയുകയാണ്. എപ്പോഴും നമ്മൾ ലെഫ്റ്റിലോട്ട് ഇങ്ങോട്ടാണ് ചെല്ലേണ്ടത്. ഏതൊരു സംഖ്യ നമ്മൾ ഈ ആരോ ഓർത്താൽ മതി, നമ്മൾ ലെഫ്റ്റിലോട്ടാണ് എണ്ണുന്നത്. അതായത് 1s ഒറ്റ, 10, 100, 1000, 10,000 അല്ലേ? 1s, 10s, 100, 1000, 10,000. അപ്പോൾ ഇതിൻ്റെ സ്ഥാനവില നോക്കാൻ നമ്മളോട് പറഞ്ഞാൽ 3 എന്ന് പറയുന്നതിൻ്റെ സ്ഥാനം, ഇത് കിടക്കുന്ന പ്ലേസ് വാല്യൂ. ഇംഗ്ലീഷുകാർക്ക്, മലയാളംകാർക്ക് സ്ഥാനവില 3 കിടക്കുന്നത് എവിടെയാണെന്ന് നോക്കിക്കേ. 100ൻ്റെ അടുത്താണ്. 300 ആണ്. മനസ്സിലാവുന്നുണ്ടോ? 3 എന്ന് പറയുന്നത് 100 ആണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അങ്ങനെയെങ്കിൽ 7 എന്താണ്? 7 എന്ന് പറയുന്നത് 1s ആണ്. 6 എന്താണ്? 6 എന്ന് പറയുന്നത് 1000 ആണ്. ഇതറിയാമെങ്കിൽ ഒരുവിധം നിങ്ങൾക്ക് ഓക്കെയാണ്. മനസ്സിലായോ? അതായത് സ്ഥാനവില നോക്കൂ നിങ്ങളെ. 1s, 10s, 100, 1000, 10,000. ഈ ഓർഡർ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്, ക്രോർ വരെ കേട്ടോ. 1s, 10s, 100, 1000, 10,000, lakh, 10 lakh, crore. സ്പെല്ലിങ് പഠിച്ചോ നിങ്ങളെ? ഞാൻ ഈ പറയുന്നതിൻ്റെ കൂടെ തന്നെ സ്പെല്ലിങ്ങും പഠിക്കണം കേട്ടോ.
ഈ പേജ് ഓക്കെ ആണോ? പ്ലേസ് വാല്യൂ അല്ലെ സ്ഥാനവില നമ്മൾ നോക്കിക്കുക. ഇങ്ങനെ ഇട്ട് പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ വരച്ച് കാണിച്ചത് കേട്ടോ. അതായത് വൺസ് ടെൻസ്, ഒന്നാമത്തത് വൺസ്, രണ്ട് ടെൻസ്, മൂന്നാമത്തെ 100. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലയോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? സമാധാനത്തെ ഇരുന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ബാക്കിലോട്ട് അടിച്ചിട്ട് നിങ്ങൾ ഒന്നും കൂടെ കേട്ടാൽ മതി, നിങ്ങൾക്ക് സംഭവം പിടികിട്ടും കേട്ടോ. ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷും മലയാളവും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതാൻ നല്ലതുപോലെ അറിയണം. നിങ്ങളുടെ ഈ ചാപ്റ്റർ തന്നെ ഈ സംഖ്യകൾ എഴുതുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ. ഒന്നാമത്തെ ഓക്കെ ആണോ? ഇനി ഞാൻ പറയണ്ടല്ലോ. നോക്കൂ നിങ്ങളെ, ഇനി ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എഴുതാൻ അറിയണമെന്ന്. ഇംഗ്ലീഷ് മീഡിയക്കാരെ നമ്മളെപ്പോഴും പറയും ഞങ്ങൾക്ക് 1, 2 അറിയാം, ഞങ്ങൾക്ക് ഇതൊക്കെ എന്തോ ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങളോട് എന്തൊക്കെ പറയുന്നത് എനിക്കറിയാം കുട്ടികളെ. പക്ഷെ പെട്ടെന്ന് നിങ്ങളോട് ചോദിക്കുക എന്ത് 64 എന്നൊന്ന് എഴുതിക്കേ, അല്ലെ 85 എന്നൊന്ന് എഴുതിക്കേ, ഇല്ലേ? അന്നേരമായിരിക്കും അടുത്തല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങളെ. നോക്കിക്കേ, ആദ്യം നമ്മൾ ഈ 10 വരെയുള്ള സ്പെല്ലിങ് വൃത്തിയായിട്ട് അങ്ങ് പഠിക്കുക. 7 എന്നൊക്കെ ചിലരോട് ചോദിക്കുമ്പം എന്തൊക്കെയാണ് എഴുതി വെക്കുന്നത്? ഈ കാണത്തില്ല എന്നിനപ്പുറത്തൊരു ഈ ഒക്കെ ഇട്ട് വെക്കുന്നത്. ഈ എഴുതിക്കുമ്പം നമുക്കറിയാം കുഞ്ഞുങ്ങളെ. ആ തെറ്റ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ അവിടം വരുമ്പോഴാണ് എടുത്തെടുത്ത് പറയുന്നത് അവിടെ തെറ്റിക്കല്ലേ എന്ന്. മിക്ക കുട്ടികളും എഴുതി വെക്കുമ്പോൾ എവിടാണോ തെറ്റ് വരുന്നത്, കൂടുതലും തെറ്റ് വരുന്നത് എവിടെയാണെന്ന് നമുക്കറിയാവുന്നതുകൊണ്ടാണ് അവിടെ എടുത്ത് ഞാൻ പറയുന്നത് അവിടെ വരുമ്പം തെറ്റിക്കല്ലേ എന്ന്. മനസ്സിലായോ നിങ്ങളെ? ആദ്യം ഈ 10 വരെ നമുക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന എനിക്കറിയാം, എന്നാലും ഒന്നും കൂടെ പഠിച്ചിരിക്കണേ. പിന്നോ 10 മുതൽ 100 വരെ നോക്കിക്കേ. 10, 20 അല്ലേ, 30, 40, 50, 60, 70, 80 കണ്ട. ഇതിൻ്റെ സ്പെല്ലിങ്ങും അറിഞ്ഞിരിക്കണം മിനിമം. ഇതറിയണം. പിന്നെ 10, 20, 30, 40 എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് അറിയണം. പിന്നെ കുഞ്ഞുങ്ങളെ 100, 200, 300, 100ൻ്റെ സ്പെല്ലിങ് കാണാൻ പറ്റുന്നുണ്ടോ? 100 HUNDRED ആണ് 100. അതുപോലെ തന്നെ 600. അപ്പോൾ 6 ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ 1, 2, 3യുടെ സ്പെല്ലിങ് പഠിക്കാമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ 100 ആഡ് ചെയ്താൽ ഇതെല്ലാം എഴുതാൻ പറ്റും. മനസ്സിലായോ? പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് 1000 ആണ്. 1000 മിക്കുള്ളവരും തെറ്റുന്നതുകൊണ്ടാണ്. THOUSAND ആണ്. ടി എന്ന് പറയുന്നവരുണ്ടോ നിങ്ങളെ? ഡി തന്നെയാണ് കേട്ടോ. അപ്പോൾ 100ഉം 1000ഉം തെറ്റുന്നുണ്ട്. അപ്പോൾ അത് തെറ്റിക്കല്ലേ കുഞ്ഞുങ്ങളെ? ഇനി ഓക്കെ ആണോ? ഈ സ്പെല്ലിങ് നല്ലപോലെ അറിയണേ. നമുക്കെല്ലാം അറിയാവുന്ന വിചാരിച്ചൊരിക്കലും ഇരിക്കരുത്. പെട്ടെന്ന് നമ്മളോടൊന്ന് എഴുതാൻ പറയുമ്പോൾ നമുക്ക് തെറ്റും. അങ്ങനെ തെറ്റാതിരിക്കാനാണ് ഇപ്പം ഞാനിത് എടുത്തു പറയുന്നത്. ഇനി നമുക്ക് നോക്കിയേ. അപ്പം ഇത് 1 ഡിജിറ്റ് ഉള്ളത് ഇത്രയും പറഞ്ഞു, പിന്നെ 2 ഡിജിറ്റ് ഉള്ളത് ഇത്രയും പറഞ്ഞു, 3 ഡിജിറ്റ് ഉള്ളത് ഇത്രയും പറഞ്ഞു. ഇനി ആരായിരിക്കും അപ്പം 4 ഡിജിറ്റ് ഉള്ളത്? 4 ഡിജിറ്റ്. നോക്കിയേ, 1000 എന്ന് എഴുതാൻ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 2000, 3000, 4000 അങ്ങനെ വന്ന് നോക്കിയേ. 10,000 എന്ന് വെച്ചാൽ എത്ര കുഞ്ഞുങ്ങളെ? 5 ഡിജിറ്റ് വരുന്നുണ്ട്. മൊത്തത്തിൽ 5 ഡിജിറ്റ് വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇംഗ്ലീഷിൽ എഴുതാൻ പഠിച്ചോ? ഇംഗ്ലീഷ് മീഡിയക്കാർ പഠിച്ചോ സ്പെല്ലിങ്? നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇത് നല്ലപോലെ ഒന്ന് പോസ് ചെയ്തിട്ടിട്ട് നല്ലപോലെ ഈ സ്പെല്ലിങ് നോക്കി പഠിക്കണം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ മലയാളം മീഡിയക്കാരെന്തോ ചെയ്യും? നമ്മളെ ഒന്നിനെയും പിന്നെ അറിയാമെന്ന് പറഞ്ഞിരിക്കല്ലേ കുഞ്ഞുങ്ങളെ? നോക്കിക്കേ, 1, 2 ഇത് നോക്കിക്കേ. ഇതൊക്കെ എഴുതാൻ നിങ്ങൾക്ക് അറിയാവോ? നോക്കിക്കേ, 1, 2, 3, 4. ഇത് നമ്മൾ LKG UKG ഒന്നും അല്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും മലയാളം എഴുതാൻ അറിയുന്നില്ല. പകുതി മുക്കാലും എണ്ണത്തിന് മലയാളം നല്ലതുപോലെ എഴുതാൻ അറിയത്തില്ല. അപ്പം നോക്കിക്കേ, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് എഴുതുന്നത് കണ്ടോ? ഇത് ഇത്രയും ഓക്കെ ആണോ? ഓക്കെ. ഇത് 1 ഡിജിറ്റ് ആണ് അല്ലേ? അപ്പം നോക്കിക്കേ, 10 എന്ന് പറയുന്ന 2 ഡിജിറ്റ് ആണേ. നോക്കിക്കേ, 100, 200, 300, 400, 500, 600, 700, 800, 900, 1000. നോക്കിക്കേ, അത് എഴുതാൻ അറിയാമോ? നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. മലയാളം മീഡിയക്കാർക്ക് ഇതിൻ്റെ നമ്പർ നെയിം എഴുതാൻ ചോദിക്കും. അതായത് സംഖ്യയുടെ നെയിം സംഖ്യയുടെ പേര് അല്ലേ? ഒരു നമ്പർ തന്നിട്ട് സംഖ്യയുടെ പേര് എഴുതാൻ ചോദിക്കുന്നത് കൊണ്ടാണ്. ഈ ചാപ്റ്ററിൽ അതൊക്കെയാണ് ചോദിക്കുന്നതുകൊണ്ടാണ് ഇത് മലയാളത്തിലും നിങ്ങളോടത് പഠിക്കാൻ പറയുന്നത്. കണ്ടോ? ഓക്കെ ആണോ? 400, 500. ഇനി നോക്കിക്കേ, 3 അക്ക സംഖ്യ നോക്കിയേ. 2000 അല്ലേ? 1000, 2000, 3000, 4000, 5000, 6000, 7000, 8000, 9000, 10000. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയാം. എന്നാലും കേട്ടോ, നിങ്ങൾക്ക് എപ്പോഴും ഫുൾ മാർക്ക് മേടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത് കേട്ടോ. നമ്മുടെ പിള്ളേർ എപ്പോഴും ബീനാസ് ലേണിംഗ് ക്ലാസ് കാണുന്ന എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് കാണണം എപ്പോഴും കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? എഴുതാൻ അറിയാമല്ലോ. അപ്പം ഇനി നോക്കിക്കേ, നമ്മളോട് ചോദിക്കുക. നമുക്ക് നോക്കിക്കേ,
2 എന്ന് എഴുതാൻ നമുക്ക് ഇംഗ്ലീഷിലും അറിയാം മലയാളത്തിലും അറിയാം. 42 എന്ന് പറഞ്ഞാൽ 42 എന്നും എഴുതാൻ അറിയാം, 42 എന്ന് എഴുതാനും അറിയാം. 342 3 4 2 342 എന്ന് വെച്ചാൽ 342 അല്ലേ. 5342 എന്ന് വെച്ചാൽ 5342 5342. മനസ്സിലായോ? ഇങ്ങനെ നിങ്ങളോട് എഴുതാൻ നമ്പർ നെയിം ഉറപ്പായിട്ടും ചോദിക്കും. നിങ്ങളുടെ ടെസ്റ്റിൽ ഇത് കിടപ്പുണ്ട്, കണ്ടോ? 1 10 100 1000 10,000 കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ഇനി ഒരെണ്ണവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നാടോ നിങ്ങളെ. അതിന് മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇന്ത്യൻ സിസ്റ്റവും ഇൻ്റർനാഷണൽ സിസ്റ്റവും എന്നാണ് നമ്മൾ പഠിച്ചത്. ഇന്ത്യയിലെ ഉപയോഗിക്കുന്നത് നോക്കിയേ. 4 എന്ന് പറയുന്നത് വൺസ് ആണല്ലോ. 5 എന്ന് പറയുന്നത് ടെൻസ് ആണ്. 5 ടെൻസ് എന്ന് വെച്ചാൽ എത്ര? 50. 8 എന്ന് വെച്ചാൽ 8 100 ആണ്. 100 എന്ന് വെച്ചാൽ 100. 8 × 100 800. 6 എന്ന് പറയുന്നത് 6000 ആണ് അല്ലേ. നമ്മൾ മുമ്പ് ഓർഡർ പഠിച്ചല്ലോ. വൺസ്, ടെൻസ്, 100. മറക്കല്ലേ ഞങ്ങളെ, എൻ്റെ കൂടെ തന്നെ പറഞ്ഞ് പഠിക്കണേ കേട്ടോ. നിങ്ങളുടെ ജീവിതകാലം മൊത്തവും ഇത് നിങ്ങൾക്ക് വേണ്ടുന്നതാണ്. വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്. അപ്പം നമ്മൾ ഇതിനെ എങ്ങനെ വിളിക്കുമെന്നറിയാമോ? നമ്മളിതിനെ കൂട്ടി വിളിക്കാൻ പഠിക്കണം. എന്താണ്? 1, 10, 100, 1000, 10,000, ലക്ഷം കേട്ടോ. ഈ ഇന്ത്യൻ സിസ്റ്റം വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് കുഞ്ഞുങ്ങളെ. എങ്ങനെയാണെന്നറിയോ? ലാസ്റ്റിൽ മൂന്നെണ്ണം കണ്ടോ? ഇത് വേറെ, അതായത് കോമ ഇട്ടൊക്കെ എഴുതാൻ ചോദിക്കും. ഇത് വേറെ, ഇത് 2 എണ്ണം, പിന്നെ ഇങ്ങനെ 2 2. ഫസ്റ്റ് 3 2 2 2 2 എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം 4 5 8 വൺസ്, ടെൻസ്, 100. ഇത് 3 സെപ്പറേറ്റാണ്. 6 4 ഇത് 2 എന്താണ്? 1000ൻ്റെ വീട്ടിലെ കേട്ടോ. 1000 കഴിഞ്ഞാൽ പിന്നെ ആരാ? ലാക്കിൻ്റെ ഒരെണ്ണേ ഉള്ളൂ. ഇനി അത് മനസ്സിലായില്ലെങ്കിൽ അത് പോട്ടെ. നിങ്ങൾക്ക് എങ്ങനെ വായിക്കാൻ അറിയാമോ? വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്. സംശയമില്ലല്ലോ. അപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ എല്ലാം നമ്മൾ വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക് എന്ന് നമ്മൾ എഴുതി. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ഒന്ന് പറഞ്ഞേ, എങ്ങനെ എഴുതും? ഫസ്റ്റ് ഏതാണ്? 2 എന്ന് പറയുന്നത് ലാക്കാണ് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 2 ലാക്ക്. സ്പെല്ലിങ് നമ്മൾ പഠിച്ചല്ലോ. 2 lakhs. ഒന്നിൽ കൂടുതലുണ്ട് എസ് കൊടുക്കുക. പിന്നോ 2 lakhs. നമ്മൾ അടുത്ത ഏതാണ്? 46 എന്നുള്ളത് ഞാൻ പറഞ്ഞു. എന്താ? 3 2. ആ ക്ലൂ നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ 46 2 വരുമ്പം 2നെ ഒരുമിച്ച് പറയണം. അതായത് നോക്കിക്കേ, നമ്മളിവിടെ എഴുതിയല്ലോ. ഏതാ? 6 എന്ന് പറയുന്നത് 1000 ആണ്, 4 എന്ന് പറയുന്നത് 10,000 ആണ്. രണ്ടും 1000ൻ്റെ വീട്ടിലെ അല്ലേ കുഞ്ഞുങ്ങളെ. അപ്പം നിങ്ങൾക്ക് പറയാൻ എളുപ്പമല്ലേ, ഇത് രണ്ടും 1000ൻ്റെ വീട്ടിലെയാണ്. ഒരു വീട്ടിലെയാ, 1000ൻ്റെ വീട്ടിലെയാ. അപ്പം നമ്മൾ അതിനെ ഒരുമിച്ച് വേണം പറയാൻ. എങ്ങനെ പറയും? 46,000 അവർ രണ്ടും ഒരു വീട്ടിലെയാണ്. ബാക്കി എത്രയാണ്? 800 അതിൻ്റെയൊക്കെ സ്പെല്ലിങ് നമ്മൾ പഠിച്ച, ഇനി എഴുതണ്ട അല്ലേ. 100. ബാക്കി എത്രയാണ്? 54. സംശയം ഉണ്ടാവും നിങ്ങളെ. ഇതിൻ്റെ നമ്പർ നെയിം എഴുതാൻ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. ഒരു നമ്പർ തന്നിട്ട് നിങ്ങൾ അതിൻ്റെ നമ്പർ നെയിം എഴുതാൻ. മനസ്സിലായോ? അപ്പം നമ്മളിങ്ങനെ ചെല്ലി നോക്കിയിട്ട് വേണം എഴുതാൻ. ചെല്ലി നോക്കിയിട്ട് ചാടിക്കേറി എഴുതരുത്, മനസ്സിലാക്കി തന്നെ എഴുതണം. അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ ടീച്ചർ പഠിപ്പിക്കത്തില്ല. ഞാനങ്ങ് എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ ഇട്ട് തന്നാൽ അപ്പം നിങ്ങൾക്ക് തെറ്റത്തില്ല. എപ്പോഴും ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് തെറ്റത്തില്ല. ടീച്ചർ ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് പറയത്തേ ഉള്ളൂ. അപ്പം നമുക്കിനി ഏതൊക്കെയാണെന്ന് ഡൗട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു 2 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ ഇങ്ങനെ വരച്ചൊന്ന് എഴുതുന്നതിന്. അപ്പം നിങ്ങൾക്ക് തെറ്റാതെ ലാസ്റ്റിൽ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 3-4 എണ്ണം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിനകത്ത് കാണുമ്പോൾ നമുക്ക് എല്ലാം അറിയാം, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി ട്രൈ ചെയ്തെങ്കിലേ കണക്കിന് മാർക്ക് കിട്ടത്തുള്ളൂ. മാത്സിന് മാർക്ക് വേണമെങ്കിൽ നമ്മൾ മെനക്കെട്ടെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ. ഇനി നോക്കൂ കുഞ്ഞുങ്ങളെ, വേറൊരു എളുപ്പവഴി. 10 എന്ന് പറയുന്നതിന് ഒരു ക്ലൂ ആണ് 1 0. 100 എന്ന് പറയുന്നതിന് 2 0. 1000-ന് എത്ര 0 ഉണ്ടെന്ന് ചാടിക്കയറി നമ്മളോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും? 1000-ന് എത്ര 0 ഉണ്ടെന്ന് ചോദിച്ചാൽ ആ ഒരു ഡൗട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി എന്താ നിങ്ങളെ? 1000-ന് 3 0, 10,000-ന് 4 0, ലക്ഷത്തിന് 5 0 കേട്ടോ. ലക്ഷത്തിന് 5 0. നിങ്ങൾ ഇത് ഇത്രയും ഈ 5 എണ്ണം, കൂടുതലൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ഈ 5 എണ്ണം അറിഞ്ഞിരിക്കണം കേട്ടോ. 10-ന് 1 0, 100-ന് 2 0, 1000-ന് 3 0, 10,000-ന് 4 0, ലക്ഷത്തിന് 5 0 കേട്ടോ. ഇതിന് ഞാൻ ഇംഗ്ലീഷിൽ പറയണോ?
വേണോ കുഞ്ഞുങ്ങളെ? 10ന് 1 0, 100ന് 2 0, 1000ന് 3 0, പിന്നെ 10,000ന് 4 0 ആൻഡ് ലാക്കിന് എത്ര 5 0 ആണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആയിരിക്കും കേട്ടോ. ഓക്കെ ആവണേ. ഇതാണ് ആദ്യം പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്പർ നെയിം എഴുതാൻ നമ്മളോട് എപ്പോൾ ചോദിച്ചാലും ഞാൻ ഒരു എക്സാമ്പിളിൻ്റെ പറയാം. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഒരെണ്ണം തന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ നമ്പർ നെയിം എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ ഇത് 1s ആണ്, ഇത് 10s ആണ്, ഇത് 100 ആണ്, ഇത് 1000 ആണ്, ഇത് 10,000 ആണ്. 10,000 എന്ന് കേൾക്കുമ്പോഴേ 1000ഉം 10,000ഉം ഒരു വീട്ടിലെ ആണെന്ന് ഓർത്തോണം. അപ്പോൾ അവർ രണ്ടിനെയും കൂടെ ഒരുമിച്ചേ പറയാവൂ കേട്ടോ. 1000ഉം 10,000ഉം ഒരു വീട്ടിലെയാണ്, ലാക്കും 10 ലാക്കും ഒരു വീട്ടിലെയാണ്. അങ്ങനെ വെച്ച് പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം മറക്കാതെ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് പറഞ്ഞ കേട്ടോ, ഒരു വീട്ടിലെ എന്നൊക്കെ പറയുമ്പോൾ ഇനി അതിന് തെറ്റായ രീതി ഒന്നും വേണ്ട. അപ്പോൾ 1000 എന്ന് കേൾക്കുമ്പോൾ അത് രണ്ടും ഒരേ രീതി വരുന്നത് കൊണ്ട് എളുപ്പവഴിക്ക് ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 29,689. വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? 29,689. മലയാളംകാർക്കോ 29,689. ഓക്കെ ആണോ? ഇപ്പോൾ 68, 74, 98, 3. മനസ്സിലായോ? ഇതെങ്ങനെ എഴുതും? ഇത് 1s, 10s, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്. ലാക്ക് 10 ലാക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അവർ രണ്ടും ഒരു വീട്ടിലെയാണ്. പിന്നെ 1000ഉം 10,000ഉം ഒരു വീട്ടിലെയാണ്. മനസ്സിലായോ? പിന്നെ ബാക്കി 3 അപ്പോൾ നമ്മൾ ഇനി എങ്ങനെ വരും? 68,74,983 അല്ലേ? എങ്ങനെ പറയും? 68,74,983. എളുപ്പമാണോ കുഞ്ഞുങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ലാസ്റ്റിലത്തെ 3 എപ്പോഴും അത് ഇന്ത്യൻ ആയാലും ഇൻ്റർനാഷണൽ ആയാലും ഇത് 3 എപ്പോഴും നമ്മൾ ഒരുപോലെ പറയുന്നത്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ചിലപ്പോൾ മാറും. ചിലപ്പോഴെന്നല്ല, ഈ 1000ൻ്റെ ഏകദേശം ഇവിടെ വരെയും ശരിയാണ് കേട്ടോ. അത് ഞാൻ ഇനിയിപ്പോൾ പറയാൻ പോവുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇന്ത്യൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? നമ്പർ നെയിം എഴുതാനാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? നമ്പർ നെയിം മലയാളത്തിലും ഇംഗ്ലീഷിലും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് 1000ൻ്റെയും 10,000ൻ്റെയോ 100ൻ്റെയും ഒക്കെ സ്പെല്ലിങ് തെറ്റുന്നതാണ്. അപ്പോൾ അത് തെറ്റല്ലേ. ഇനി നമ്മൾ ഇൻ്റർനാഷണൽ സിസ്റ്റമാണ് പഠിക്കുന്നത്. ആദ്യമേ അതിൻ്റെ ഓർഡർ പഠിക്കണം. മുമ്പ് നമ്മൾ ഇന്ത്യൻ പഠിച്ച എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ? 1s, 10s, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്, ക്രോറ്, അങ്ങനെയായിരുന്നു ഇന്ത്യൻ സിസ്റ്റം പഠിച്ചത്. ഇനി ഇൻ്റർനാഷണൽ ആണെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ എവിടെ വരെയുണ്ട്? 1s ഉണ്ട്, 10s, 100, 1000, 10,000 വരെ നമ്മൾ ഈ പറഞ്ഞ രീതി വെച്ച് തന്നെയാണ് പോകുന്നത്. ഇത്രയും വരെ നമ്മളൊന്നും ആ ഇന്ത്യൻ സിസ്റ്റത്തിൽ തന്നെ വരുന്നത്. പിന്നെ നമ്മുടെ 10,000 കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ലാക്കാണ് പറയുന്നത്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ അതിനാണ് ഇൻ്റർനാഷണൽ സിസ്റ്റം എന്ന് പറയുന്നത്. കണ്ടോ? ഇൻ്റർനാഷണൽ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിലെ വിദേശ രാജ്യങ്ങളിൽ എങ്ങനെയാണ് പറയുന്നതെന്ന്. അവർക്ക് ലാക്കില്ല. അവരതിന് പകരം 100,000 എന്നാണ് പറയുന്നത്. 100,000, 100,000. 1s, 10s, 100, 1000, 10,000, ലാക്ക് എന്നാണ് നമ്മൾ ഇന്ത്യൻ സിസ്റ്റത്തിൽ പറയുന്നതെങ്കിൽ ഇൻ്റർനാഷണലിൽ അത് 100,000 എന്നാണ് പറയുന്നത്. 100,000 കഴിഞ്ഞാൽ പിന്നെ ആരാണ്? മില്യൺ, 10 മില്യൺ, 100 മില്യൺ, ബില്യൺ. ഈ ഓർഡർ ഓർത്തോണേ കുഞ്ഞുങ്ങളെ. 100,000 കഴിഞ്ഞാൽ പിന്നെ 100,000 എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ലക്ഷത്തിനാണ് അവർ ഈ പറയുന്നത്, ലാക്കിന്. അതെപ്പോഴും ഓർത്തോണം കേട്ടോ. നമ്മുടെ ലാക്കിൻ്റെ വിദേശ രാജ്യങ്ങളിൽ പറയുന്നത് 100,000 എന്നാണ്. അത് കഴിഞ്ഞിട്ട് മില്യണ്, 10 മില്യൺ, 100 മില്യൺ, ബില്യൺ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഈ ഓർഡറും നല്ലപോലെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. പിന്നെ 1 ഡിജിറ്റുള്ള നോക്കൂ കുഞ്ഞുങ്ങളെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട മാത്രം ഞാനൊന്ന് പറയുകയാണ്. അത് 2 ക്ലാസ്സുകളായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറയുന്നതാണ് 1 ഡിജിറ്റ് നമ്പർ. 1 ഡിജിറ്റ് നമ്പറിലെ സ്മാളസ്റ്റ് നമ്പർ 1ഉമാണ്, ഗ്രേറ്റസ്റ്റ് നമ്പർ 9ഉമാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഒറ്റ ഡിജിറ്റുള്ള ഒരു സ്മാളസ്റ്റ് ഏറ്റവും ചെറിയ സംഖ്യ 1ഉം 1 ഡിജിറ്റുള്ള ഏറ്റവും വലിയ സംഖ്യ 9ഉമാണ് കേട്ടോ. 1 ഡിജിറ്റ് നമ്പർ ഇത് നോക്കിക്കോണേ. ഇനി 2 ഡിജിറ്റുള്ള ഏറ്റവും ചെറുത് 10ഉം ഏറ്റവും വലുത് 99ഉമാണ്. 3 ഡിജിറ്റുള്ളത് 100ഉം 999ഉമാണ്. 4 ഡിജിറ്റുള്ളത് കണ്ടോ? ഓരോ 4 ഡിജിറ്റ് എന്ന് കേൾക്കുമ്പം ഇതിനൊരു എളുപ്പവഴിയുണ്ടോ നിങ്ങളെ? എല്ലാ എളുപ്പവഴിയായില്ലയോ?
നോക്കിക്കേ, 1 ഡിജിറ്റ് ഉള്ളത് 1ഉം 99ഉമാണ് അല്ലേ. 2 ഡിജിറ്റ് എന്ന് കേൾക്കുമ്പോൾ ഓക്കെ 2 ഉള്ളൂ. 2 ഡിജിറ്റ് ആകുമ്പോൾ ഏതൊക്കെയാ? 1 ഡിജിറ്റ് ഒരു 9 ഉള്ളൂ കേട്ടോ, ഒരു 9. 2 ഡിജിറ്റ് 2 9. 3 ഡിജിറ്റ് ആകുമ്പോൾ നോക്കിയേ, ഞങ്ങൾ എണ്ണിക്കണം 1 2 3. 3 ഡിജിറ്റ് ഉള്ള ഏറ്റവും ചെറുത്, അപ്പോൾ ഏറ്റവും വലുത് 3 9. എളുപ്പമില്ലയോ? ഇനി 4 ഡിജിറ്റ് 1 2 3 4. ഈ 4 എണ്ണമാണ് ഏറ്റവും ചെറുത്. 4 ഡിജിറ്റ് ഉള്ള സ്മാളസ്റ്റ് നമ്പർ 1000 ആണെങ്കിൽ 4 9 അങ്ങിട്ട് വെച്ചാൽ പോരെ വലുത്. എളുപ്പമില്ലയോ? എന്താണ് ഏറ്റവും വലിയ 1 ഡിജിറ്റ് 9, ഏറ്റവും വലിയ 2 ഡിജിറ്റ് 29, ഏറ്റവും വലിയ 3 ഡിജിറ്റ് 39, ഏറ്റവും വലിയ 4 ഡിജിറ്റ് 49. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ 5 അക്കം ഇവിടെ 1 2 3 4 ആണെങ്കിൽ അടുത്ത ഏതാ? 5 അക്കം അല്ലേ. അപ്പോൾ എന്താ? 5 9 അങ്ങ് ഇട്ട് വെച്ചാൽ മതി. എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? എണ്ണി നോക്കണം കേട്ടോ, എണ്ണണേ. എന്താണ്? 1 2 3 4 5. അപ്പോൾ ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയാണ് ഇത്. അപ്പം ഏറ്റവും വലിയ 5 അക്കമുള്ള സംഖ്യ ഇതാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എന്താണ്? സ്മാളസ്റ്റ് 5 ഡിജിറ്റ് നമ്പറും ഗ്രേറ്റസ്റ്റ് 5 ഡിജിറ്റ് നമ്പറും. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇത് എളുപ്പമാണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? നമ്പർ നെയിമാണ് ഈ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് കേട്ടോ. പിന്നെ ഇന്ത്യൻ സിസ്റ്റവും ഇൻ്റർനാഷണൽ സിസ്റ്റവുമാണ്. നമുക്കിപ്പം ഇത്രയും മതി കേട്ടോ. ഇപ്പം ഇത്രയും മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മില്യണും ബില്യണും ഒക്കെയാണ് ഞാൻ പഠിച്ചത്. ഇൻ്റർനാഷണൽ എപ്പോഴും ഓർത്തിരിക്കണം. ഈ ഓർഡർ നല്ലപോലെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. അതായത് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിലെ 10,000 വരെയും നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ ഉള്ളതാണ്. നമ്മുടെ ഇന്ത്യക്കാർ, അതായത് 1s 10s 100 1000 10,000 അല്ലേ. 1 10 100 1000 10,000 വരെ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിലുള്ള. 10,000 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലക്ഷത്തിൻ്റെ കണക്കാണ് നമ്മൾക്ക്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഈ ലക്ഷമില്ല, അതിന് പകരം അവർ 100,000 ആണ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മില്യണാണ്, മില്യണിലാണ്. നമ്മൾ മൊബൈലിലൊക്കെ പറയത്തില്ലേ മില്യൺ എന്നൊക്കെ. പിന്നെ 10 മില്യൺ കഴിഞ്ഞാലോ 10 മില്യൺ 100. ഇവരെല്ലാം 3 എണ്ണോ. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാൻ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോഴേ ഈ ഒരു ഡിജിറ്റിനെ ഇൻ്റർനാഷണൽ സിസ്റ്റത്തിലും ഇന്ത്യൻ സിസ്റ്റത്തിലും മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, 4 3 2 6 8 4 3 5 7. ഇത്രയും വലിയ സംഖ്യയുണ്ടോ? ഒന്നും പേടിക്കേണ്ട, ഞാൻ കൂട്ടി വായിക്കാനൊന്നും ചോദിക്കാനല്ല. ഇന്ത്യനിലും ഇൻ്റർനാഷണലും ഇത് എങ്ങനെ വേർതിരിക്കുമെന്നാണ് കേട്ടോ. ഇന്ത്യനിൽ നിന്നൊക്കെ ലാസ്റ്റിലത്തെ 3 എണ്ണത്തിനെ വിടുക, പിന്നെ 2 മുമ്പ് ഞാൻ പറയുന്നത് 2 ഈ 2 എണ്ണത്തിനെ വീതമാണ് പിന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ലൂ ഓർത്ത് വെക്കണം. 3 2 2 2. പക്ഷേ നമ്മുടെ ഇൻ്റർനാഷണൽ ഉണ്ടല്ലോ, അവർക്ക് എപ്പോഴും ഒരു വീട്ടിൽ 3 പേര് വെച്ച് എപ്പോഴും കാണണമെന്ന് നിർബന്ധം കേട്ടോ. ഈ ക്ലൂ ഓർത്ത് വെച്ചേക്കാവോ? ഓക്കെ ആണോ? എന്നാൽ ചോദിക്കുക, ഇവിടെ ഒരു 3 ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങോട്ട് 3 ഇല്ല, എന്തോ ചെയ്യും? അയാളെ അവിടെ മാറ്റി അവിടെ നിർത്തിയാൽ മതി കേട്ടോ. അയാളെ 3 പേരാണ് എപ്പോഴും ഒരു വീട്ടിൽ. ഇപ്പം 3ഉം 2 ഉള്ളെങ്കിൽ അത് 2 പേരേ ഉള്ളവർക്ക് എന്താ ഒരു വീടില്ല, അവർ സെപ്പറേറ്റ് ചെയ്യിക്കുക. ഒരെണ്ണം കൂടെ വരുമ്പം മാത്രമാണ് അയാളെ വീട്ടിൽ കയറ്റുന്നത് കേട്ടോ. അങ്ങനെ ആ ക്ലൂ ഒക്കെ ഓർത്ത് വെച്ചാൽ കുഞ്ഞുങ്ങളെ, ഇത് ഇൻ്റർനാഷണൽ ആണ്, ഇത് എൻ്റെ ക്ലൂ ആണ് കേട്ടോ. ഒന്നും തോന്നല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാ. എന്താണ് ഇന്ത്യൻ സിസ്റ്റം ആണെങ്കിൽ എന്താണ് 3 ഈ 2 2 എന്ന് പറയുന്നത് എന്തോ കുഞ്ഞുങ്ങളെ. ഇപ്പം നോക്കിയേ, 1s 10s 100 1000 10,000 ലാക്ക് 10 ലാക്ക് ക്രോറ് 10 ക്രോറ്. അപ്പം നമ്മൾ 2 എന്ന് ഉദ്ദേശിക്കുന്നത് 43 ക്രോറ്, 43 കോടി. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ക്ലൂ പറഞ്ഞത്. ഈ 2 എണ്ണമായപ്പോൾ അവരെ ഒരുമിച്ച് അങ്ങ് പറയാൻ വേണ്ടിയാണ്. 43 കോടി 26,84,357. മനസ്സിലായോ? 43 കോടി 26,84,357. ഇംഗ്ലീഷിലോ 43 ക്രോറ് 43 ക്രോറ് 26,84,357 എന്നാണ്. അങ്ങനെ ഇൻ്റർനാഷണലിലോ 1s 10s 100 1000 10,000 100,000 അവർ 3 എണ്ണം കേട്ടോ. 3 എണ്ണമാണ്. പിന്നെ മില്യൺ 10 മില്യൺ 100 മില്യൺ, പിന്നെ ബില്യൺ 10 ബില്യൺ 100 ബില്യൺ. നിങ്ങൾക്ക് ഈ ബില്യൺ വരെ പറയുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ ഇതിനെ 3 എണ്ണം എന്ന് പറയില്ല. അപ്പോൾ എങ്ങനെ പറയും? 432 എന്നെഴുതി അവരുടെ സംഖ്യ എഴുതിയിട്ട് അവരുടെ വീട്ടുപേര് എഴുതുക. 432 ബില്യൺ 684,357.
എളുപ്പമല്ലേ? എന്താണ്? സംഖ്യ എഴുതുക, അവരുടെ വീട്ടുപേര് എഴുതുക. ഇത് ബില്യൻ്റെ വീട്, ഇതോ 1000ൻ്റെ വീട്. സംഖ്യ എഴുതുക, വീട്ടുപേര് എഴുതുക, സംഖ്യ എഴുതുക, വീട്ടുപേര് എഴുതുക. കേട്ടോ? നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻ്റർനാഷണലിൻ്റെ നെയിം ചോദിച്ചിട്ടില്ല, എന്നാലും ഞാനങ്ങ് പറഞ്ഞതാ. ചിലപ്പോൾ ടീച്ചർ ചോദിക്കുവാണെങ്കിൽ, ക്വസ്റ്റ്യനിൽ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കായിരിക്കും. കേട്ടോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അപ്പോൾ ഇന്ത്യൻ സിസ്റ്റവും ഇൻ്റർനാഷണൽ സിസ്റ്റവും നല്ലപോലെ പഠിക്കണം. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. രണ്ടായാലും ഇത് പഠിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. എന്താണ്? ഇത് ഇൻ്റർനാഷണലാണ് കേട്ടോ. മില്യണിൻ്റെ ഇതിൻ്റെ സ്പെല്ലിംഗ് അറിയണം. നിങ്ങളെ സ്പെല്ലിംഗ് കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ചിലപ്പോൾ ഫില്ലപ്പിനൊക്കെ സ്പെല്ലിംഗ് ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് പഠിക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറ. ഞാൻ ഈ ചാപ്റ്റർ ഒന്നും കൂടി എടുക്കാം കേട്ടോ. കാരണം ഒറ്റ ക്ലാസ് കൊണ്ട് ഇത് തീരത്തില്ല, കുറച്ചുകൂടി ഉണ്ട്. നിങ്ങളപ്പോൾ ആ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറ, മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. എൻ്റെ ഈ സംസാരം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.